Good morning. Welcome to our online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രേറ്റ് ലൈൻ എന്താണ്, അതിൻ്റെ സ്ലോപ്സുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് വേരിയസ് ഫോംസ് ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസുകൾ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ലൈനിൻ്റെ പല തരത്തിലുള്ള ഇക്വേഷൻസ്, വേരിയസ് ഫോമിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അതിൽ പറയുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. എന്താണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ? ഒരു ലൈൻ, ഒരു ആക്സിസിനെ ഹൊറിസോണ്ടലായിട്ട് കണ്ടോ, ഹൊറിസോണ്ടലായിട്ട് ഇവിടെ ഈ ഇക്വേഷൻ്റെ എന്താ വരുന്നത്, y ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് a ആണെങ്കിൽ ആക്സിസിൽ നിന്നും ഇവിടെ ഇത് എക്സ് ആക്സിസ്, ദെൻ ഇത് y ആണല്ലോ, എക്സ് ഡാഷ്, y ഡാഷ്. അപ്പം നോക്കാം, ഒരു എക്സ് ആക്സിസിൽ നിന്നും ഒരു ലൈനിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് a ആണെങ്കിൽ ദ ഹൊറിസോണ്ടൽ ലൈൻ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരക്കുന്ന ലൈനിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പം ഈ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു a എന്നാണ്. ഇപ്പം ഇവിടെ 5 ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 5. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് താഴേക്കുമുണ്ട്, ഇതേപോലെ ഒരു ഇവിടെ വരുന്നുണ്ട്, ഇവിടെ -a ആണെങ്കിൽ y ഈക്വൽ ടു -a. അപ്പോൾ ദീസ് ടു ലൈൻസ് ആർ ഹൊറിസോണ്ടൽ ലൈൻസ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു a or y ഈക്വൽ ടു -a. ആൻഡ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ഇവിടെ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, എക്സ് ആക്സിസിന് അഥവാ അല്ലെങ്കിൽ y ആക്സിസിന് പാരലൽ ആയിട്ട് വരക്കുന്നതിനെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് b ആണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു b. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് b മീൻസ് b ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു നെഗറ്റീവ് b. എന്തുകൊണ്ടാണ് നെഗറ്റീവ് b കൊടുക്കുന്നത്? ഇവിടെ നെഗറ്റീവ് ആണ് അല്ലെ, നിങ്ങളുടെ റൈറ്റിലേക്ക് പോസിറ്റീവ് ആണ്. ഇപ്പം ഇവിടെ ഇതാണ് ആക്സിസ്, ഇവിടെ 0 ഒറിജിനിൽ നിന്നും ഇവിടേക്ക് ഈ ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് b ആണെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു b. അതേപോലെ തന്നെ 0യിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എന്നാണ് ഇവിടെ വരുന്നത്, നെഗറ്റീവ്. അപ്പം x ഈക്വൽ ടു നെഗറ്റീവ് b. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു a or y ഈക്വൽ ടു -a ആൻഡ് വെർട്ടിക്കൽ ലൈനിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു b or x ഈക്വൽ ടു -b. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the equation of the lines. Find the equation of the lines. Find the equation of the line parallel to. Find the equation of the lines parallel to axis. Parallel to axis and passing through -2, 3. Passing through -2, 3. ഇവിടെ എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പാരലൽ ടു ആക്സിസ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻസ്. ഇക്വേഷൻ ഓഫ് ദ equation of the lines parallel to axis and passing through -2, 3. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് തരുന്നത് x ഈക്വൽ ടു -2 ആൻഡ് y ഈക്വൽ ടു 3 ആണല്ലോ. അപ്പം അത് നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ that is the equation of the line parallel to x axis and passing through -2, 3 is എക്സ് ആക്സിസിന് പാരലൽ ആണ്. അത് ഏതായിരിക്കും വരിക? അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ -2, 3 എക്സ് -2 ഇവിടെയാണെങ്കിൽ ഇവിടെ -2 ആൻഡ് 3 ആണോ, ഇവിടെ ആയിരിക്കും ആ ഒരു പോയിന്റ് വരുന്നത്. അപ്പം ഈ ഒരു ലൈൻ വരക്കുമ്പോൾ ഇതിങ്ങനെയും ഇങ്ങനെയും ആവാം അല്ലേ. അപ്പോൾ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഏതിന്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരക്കുന്ന ഇക്വേഷൻ ആണ് y ഈക്വൽ ടു 3. The equation of the line parallel to x axis is
y equal to 3 and the equation of the line parallel to y axis ന് പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് x equal to -2. അപ്പോൾ that is the equation of the line parallel to x axis is y equal to 3 and the equation of the line parallel to y axis is x equal to -2. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാറാം x equal to -2 and y is equal to 3 അല്ലേ. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ആൻസർ എഴുതിയാൽ മതി. രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കഴിഞ്ഞാൽ പോയിന്റ് സ്ലോപ്പ് ഫോം. നെക്സ്റ്റ് എന്താ സെക്കൻഡ് വൺ പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം നോക്കാം. ഇവിടെ ഒരു ലൈൻ തന്നിരിക്കുകയാണ്. ഒരു ലൈനിലുള്ള ഒരു പോയിന്റ് തരികയാണ് x0 y0 ആൻഡ് ഈ ലൈനിന്റെ സ്ലോപ്പും തന്നിരിക്കുകയാണ്. given a slope m and passing through the point x0 y0 എന്ന ഒരു പോയിന്റും അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് x0 y0 ആൻഡ് given the slope of the given line m. തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പും തരുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ y minus y0 equal to m into x minus x0. This is the slope point slope form. The y minus y0 equal to m into x minus x0. Here m equal to slope of the given line and x0 y0 is the passing through the given line. അതായത് ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അതിൻ്റെ സ്ലോപ്പും അറിയാമെങ്കിൽ അതിൻ്റെ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓഫ് ദ ലൈൻ ത്രൂ equation of the line through -2 3 and with the slope -4 with slope -4. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, അത് കൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ദെൻ സ്ലോപ്പും തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ എഴുതാം. given that m സ്ലോപ്പ് എത്രയാ -4 and x0 y0 equal to -2 3. x0 y0 എന്ന പോയിന്റും തന്നിട്ടുണ്ട്, ദെൻ സ്ലോപ്പും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈക്വൽ ടു y minus y0 equal to m into x minus x0. നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സും വൈക്കും വാല്യൂ ഇല്ല. ഒരു ലൈനിന്റെ ഇക്വേഷൻ ആയാൽ x പ്ലസ് ബി വൈ ആണ് അല്ലെ. അപ്പം വൈക്ക് വൈ എന്നെ കൊടുക്കുന്നത് y മൈനസ് y0 എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു m എത്രയാ -4 ഇൻറ്റു എക്സ് മൈനസ് x0 -2. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? y minus 3 is equal to -4x മൈനസ് മൈനസും പ്ലസ് ആകുന്നു +2 അല്ലെങ്കിൽ വേണ്ട അതങ്ങനെ ഇപ്പോൾ തെറ്റാണ് x +2 ഈക്വൽ ടു -4x -8. ദെൻ അതിനൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരുന്നുണ്ട്? 4x + y -3 + 8 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 4x + y + 5 ഈക്വൽ ടു 0. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 2.4. മൂന്നാമത്തേതാണ് എന്ത്? 2.4. 2.4 എന്താണത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിസിൽ ഒരു ലൈന്, ഈ ലൈനിൽ 2 പോയിന്റുകൾ നമുക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ x1 y1 എന്ന് x2 y2 എന്ന 2 പോയിന്റുകൾ തരുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈനിലെ 2 പോയിന്റുകളാണ് x1 y1 ആൻഡ് x2 y2.
അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ആ ലൈനിൻ്റെ ഇക്വേഷൻ? ഫോർമുല നോക്കാം. y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. ഒരു ലൈനിന്റെ രണ്ട് പോയിന്റുകൾ തരാണെന്നുണ്ടെങ്കിൽ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഇതാണ് അതിന്റെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പൊ നോക്കുക, ഒരു ലൈനിലെ രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. x1 y1 and x2 y2 are the points on a line. ഒരു ലൈനിലെ രണ്ട് പോയിന്റ്സുകളാണത്. ഒന്നുകൂടെ ഫോർമുല പറഞ്ഞു നോക്കൂ. y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Write the equation of the line through the points. Question: write the equation of the line. Write the equation of the line through the points 1 minus 1 and 3 5. 1 minus 1 and 3 5. ഇവിടെ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താ? y minus y1, then equation of the line. Equation of the line equal to, ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. വൈക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് y1 എന്താ ഇവിടെ എഴുതി വെക്കാം. x1 y1 ഈക്വൽ ടു 1 minus 1 and x2 y2 equal to 3 5. അപ്പോൾ ഫോർമുല എന്താ വരുന്നുണ്ട്? y minus y1. y1 എന്താ? y minus y1 by x minus x1. x minus x1 എത്രയാ? 1 equal to y2 minus y1. y2 ഇവിടെ 5 minus 1 by x2 എന്താ? 3 minus 1 equal to y plus 1 by x minus 1 equal to 5 minus 1 എത്രയാ? 6 by 2 അല്ലേ? then ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എന്താ വരിക? 3 by 1 ആണെങ്കിൽ അങ്ങനെ എഴുതാം. y plus 1 equal to 3 into x minus 1, that is 3x minus 3. അപ്പോൾ 3x ഈ പ്ലസ് y അങ്ങോട്ട് പോകുന്നു, മൈനസ് y minus 3 minus 1 equal to 0, that is 3x minus y minus 4 equal to 0. നോക്കൂ, y minus 1 y plus 1 by x minus 1 equal to 6 by 2 equal to 3 by 1. ഒന്നും കൂടി ചെറുതാക്കി. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യുന്നു. y plus 1 equal to 3 into x minus 1, that is 3x minus 3. അപ്പം എക്സും വൈ ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ദെൻ എക്സ് ആദ്യം എടുത്തുന്നു. അതാണ്. അപ്പോൾ 3x പ്ലസ് വൈ അങ്ങോട്ട് പോകുന്നു, മൈനസ് വൈ. ഈ മൈനസ് 3യും ഈ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറുന്നു? -1. അപ്പം അതിൻ്റെ ലാസ്റ്റ് ആൻസർ വരുന്നത് 3x minus y minus 4 equal to 0. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ 3 എണ്ണം പറഞ്ഞു. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ പറഞ്ഞ്, പോയിന്റ് സ്ലോപ്പ് ഫോം പറഞ്ഞു, ദെൻ 2 പോയിന്റ് ഫോമും പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ് പറയുന്നത്. ഒരു ലൈനിലെ എക്സ് ആക്സിസിനെ ഒരു ലൈനിന്റെ സ്ലോപ്പ് എം എന്നും ഇവിടെ സി എന്ന പോയിന്റിൽ ഇതിനെ കട്ട് ചെയ്യാം. ഈ പോയിന്റ് ഏതാ വരിക? 0 C അല്ലേ?
ഒരു y ആക്സിസിനെ സി എന്ന പോയിന്റിൽ കട്ട് ചെയ്യുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് m, y ഇന്റർസെപ്റ്റ് c ഈസ് y ഈക്വൽ ടു ദ ഇക്വേഷൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഈക്വൽ ടു m, then y intercept is c. y intercept c ആണെങ്കിൽ then the equation y equal to mx plus c. ഇതാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു m ആൻഡ് y ഇന്റർസെപ്റ്റ് ഈസ് c. ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കാം, എക്സിനെയാണ് ഇവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ d എന്ന പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്യാണ്. ദെൻ ഇതിന്റെ സ്ലോപ്പ് m ആണെങ്കിൽ then the slope form equal to m and x intercept equal to x intercept is d. Then y equal to m into x minus d. y equal to m into x minus d. എങ്ങനെയാണെങ്കിൽ the x intercept is d and the slope is m. Then the line അല്ലെങ്കിൽ equation of the line y equal to m into x minus d. Here the slope is equal to m and y intercept is c. Then the equation of the line y equal to mx plus c. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, find the equation of the lines x intercept is 3 and m equal to -1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, y equal to m എത്ര ഇവിടെ തന്നിരിക്കുന്നത് -1 into x minus d is equal to 3. that is y equal to -x plus 3. അപ്പം അതിനെന്ത് വരും, x plus y minus 3 equal to 0. ഈ ഒരു എക്സ് ഇന്റർസെപ്റ്റ് ആകുമ്പോൾ ഫോർമുല എന്താ, m into x minus d and y ഇന്റർസെപ്റ്റ് ആകുമ്പോൾ ഫോർമുല എന്താ, y equal to mx plus c. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ഇന്റർസെപ്റ്റ് ഫോം. നെക്സ്റ്റ് പറയുന്നത് നാലാമത്തത് 4, 5 then intercept form. എക്സ് ആക്സിസിനെ എയുമായും y ആക്സിസിനെ ബിയുമായും ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിനെ എയുമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിന്റ് A0 ആൻഡ് y ആക്സിസിനെ ചെയ്യുമ്പോൾ 0B. ഒരു ലൈൻ എക്സ് ആക്സിസിനെ എ എന്ന പോയിന്റുമായും y ആക്സിസിനെ ബി എന്ന പോയിന്റുമായും ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/a plus y/b equal to 1. This is the intercept form with x intercept a and y intercept is b. x intercept a and y intercept b ആണെങ്കിൽ അതിന്റെ ഇന്റർസെപ്റ്റ് ഫോം ഈക്വൽ ടു x/a plus y/b equal to 1. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, find the equation of the line. Find the question equation of the line. Find the equation of the line which makes x intercept is -3 and 2 on the -3 and 2 on the x and y axis respectively. Question നോക്കൂ, find the equation of the line which makes x intercept is -3
which makes x vector, which makes intercept is -3 and 2 on the x and y axis. അപ്പോൾ x intercept 3 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആൻസർ, the equation of the line is x by a plus y by b equal to 1 അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ x ഇന്റർസെപ്റ്റ് -3 പ്ലസ് y ഇന്റർസെപ്റ്റ് 2 ഈക്വൽ ടു 1. ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. 2x - 3y by -6 3 into 2 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എന്ത് വരുന്നുണ്ട്? 2x - 3y equal to -6. That is 2x - 3y plus 6 equal to 0 is the required equation. Okay. അപ്പോൾ ആദ്യം x ഇന്റർസെപ്റ്റ് പറഞ്ഞു y equal to m into x minus d, and y ഇന്റർസെപ്റ്റ് പറഞ്ഞു y equal to mx plus a, and x ഇന്റർസെപ്റ്റ് a and y ഇന്റർസെപ്റ്റ് b ആണെന്നുണ്ടെങ്കിൽ x by a plus y by b equal to 1. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് തരത്തിലുള്ള ഫോമുകൾ, ചെറിയ ചെറിയ ഇക്വേഷൻ ആണെങ്കിലും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ നിൽക്കേണ്ട. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ, 2 ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പിന്നെ എന്താ പറയുന്നത്, ഇന്റർസെപ്റ്റ് ഫോം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു 5 കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ആണ് എക്സാമിന് ഇതിലേതെങ്കിലും 1-2 ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.